അപ്പൊ അതാ മനു രണ്ടാളുകളെ ഞാൻ പരിചയപ്പെടുത്തരാം. ശരി ചേച്ചി. ഇത് ബദ്രിയും ദുർഗയാണ്, രണ്ട് സിസ്റ്റേഴ്സ് ആണ്, സഹോദരിമാരാണ്, ചെണ്ട കൊട്ടുന്ന രണ്ട് സിസ്റ്റേഴ്സാ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അവരോട് ചോദിക്കാം അല്ലേ? ആദ്യം ഒന്ന് മേളം ഒന്ന് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിനുശേഷം നമുക്ക് വിശേഷം ചോദിക്കാം. ആദ്യം മേളം ഒന്ന് കൊട്ടി. മേളം കൊട്ടി തുടങ്ങാനൊന്നും പറ്റണ്ടാവില്ല അല്ലേ? മനു എന്ത് ചോദിക്കുന്ന രാവിലെ തന്നെ കൊട്ടിക്കോളൂ. തുടങ്ങാം. ചെണ്ടവാദനം പൊതുവെ ആണുങ്ങളാണ് കുട്ടിയൊക്കെ നമ്മൾ കാണാറുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് എത്തിയത്? ഞങ്ങൾ സഹോദരിമാരാണ്. ഞങ്ങൾ ചെറിയ പ്രായം തൊട്ടേ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഇത്തരം കലകളോടും കലാകാരങ്ങളോടും പൂരത്തിനോടും ഒക്കെ താല്പര്യമുള്ള ആസ്വാദകരായിട്ടുള്ള ഫാമിലിയാണ്, കലാകാരന്മാരില്ലെങ്കിലും. അപ്പോൾ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്തിൽ ഞാൻ 8ാം ക്ലാസ്സിലും ഇദ്ദേഹം 3ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് 2001 കാലഘട്ടത്തിൽ പഠിക്കുകയും 2001 ഡിസംബറിൽ അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. ഇപ്പോൾ 23 വർഷത്തോളം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ബ്രേക്ക് വന്നു, വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങുകയാണ്. ഞാനതിൻ്റെ ഇടയിൽ 4-5 വർഷമായിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങി. 1-2 ചെറിയ ചെറിയ പരിപാടികൾ വീണ്ടും ചെയ്തു തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ഒരു ഡോക്ടറും കൂടി ആയത് കാരണം വീണ്ടും തിരിച്ചു വരാനുള്ളൊരു ശ്രമം നടത്തുകയാണ് അദ്ദേഹം. അപ്പോൾ പ്രൊഫഷൻ്റെ കൂടെ പാഷനും കൂടെ കൊണ്ടു നടക്കുന്നു അല്ലേ? അപ്പൊ ഈ ഡോക്ടറും ഈ ചെണ്ട ഈ കൊമ്പ് കുഴലും സൂചിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞില്ല, പക്ഷേ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഡിസ്കണക്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും പ്രാക്ടീസ് തുടങ്ങാൻ ഞങ്ങൾ ഇരട്ടത്തായ്മ കേട്ട് തന്നെ കൊട്ടിണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ സഹോദരിമാര് പെൺകുട്ടികൾ ഇരട്ടത്തായ്മ കൊട്ടിയത് ഞങ്ങളായിരുന്നു. അതെ 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 അതാണ് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വന്നു, കാരണം സ്ഥലം വേറെയായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ പഠനവും ചെണ്ടയും കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ വീണ്ടും തുടർന്ന് പോകാനുള്ള ആഗ്രഹമുണ്ട്, അതുപോലെ ചെയ്യാനുള്ള മടങ്ങി വരുന്നുണ്ട്. ഈ സൂചിയും ചെണ്ടയും കോലും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? സൂചി കുത്തുമ്പം വേദനിച്ചിട്ട് കരയും എന്ന് പറഞ്ഞിട്ട് ചെണ്ടപ്പുറത്ത് കോല് വീഴുമ്പോൾ സന്തോഷം കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിൽ ഒച്ച വരുന്നുള്ളതാണ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂടെ തന്നെയുള്ള, അതായത് ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരു ഡോക്ടർ നന്ദിനി വർമ്മ വാദ്യ കേരളത്തിന് മുഴുവൻ സുപരിചിതയാണ്. അവർ ആയുർവേദ ഡോക്ടറുമാണ്, ഇതേപോലെ തന്നെ ആയുർവേദ ഡോക്ടറാണ്. അവർ ഒട്ടും ബ്രേക്ക് ഇല്ലാതെ തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. കൊട്ടിപ്പടിക്കാൻ എളുപ്പമാണ്. വേദിയിലൊക്കെ പോകാറുണ്ടോ നിങ്ങൾ? ധാരാളം പരിപാടികൾ ഒരു കാലത്ത് 8 വർഷത്തോളം സ്ഥിരമായി പരിപാടി അവതരിപ്പിച്ചിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിലാണ്. കുറച്ച് പേർക്കേ അറിയൂ, അധികം പേർക്ക് അറിയില്ല. ഞങ്ങള് വന്നിരുന്ന കാലത്ത് സ്ത്രീകൾ ആ സമയത്തില്ല. ഞങ്ങൾക്ക് മുൻപ് ജയലില്ലി എന്ന് പറഞ്ഞൊരു സ്ത്രീ സ്ഥിരമായ വാദ്യരംഗത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവർ പിന്നീട് വിവാഹാനന്തരമാണെന്ന് തോന്നുന്നു. അവര് പിന്തിരിഞ്ഞ ശേഷമാണ്, അവരിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 10-30ഓളം വർഷങ്ങൾക്ക് ശേഷം അടുത്ത് വീണ്ടും കൊട്ടി തുടങ്ങി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് അധികം സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല, ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലം. അപ്പോൾ ഞങ്ങളെ ജനങ്ങളിൽ എത്തിച്ചതിൽ അന്നത്തെ പത്രമാധ്യമങ്ങൾക്കും TV ചാനലുകൾക്കും വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് കൈരളി TV ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ചാനലാണ്. വേറിട്ട കാഴ്ചകൾ എന്ന പരിപാടിയിൽ ഞങ്ങളുടെ ഡോക്യുമെന്ററി വന്നിട്ടുണ്ടായിരുന്നു. അതെ, 2008-ലോ 2007 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളറിയാതെ നമ്മൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു നല്ല
നമ്മുടെ കുടുംബമാണ്. കൈരളി കുടുംബമാണ്. നമ്മളറിയാതെ അവർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ. അല്ല, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ സാധാരണ പഞ്ചാരിമേളം ഒരു ഭാഗത്ത്, ശിങ്കാരിമേളം ഒരു ഭാഗത്ത്. ഈ ശിങ്കാരിമേളം കുറച്ചും കൂടെ എന്റർടൈനിങ് ആണ്, ആളുകൾക്ക് കൂടെ തുള്ളാനും ചാടി കളിക്കാനും ഒക്കെ കുറച്ചും കൂടി. കൊട്ടാൻ ഏതാണ് എളുപ്പം, ഇഷ്ടം ഏതാണ്, ആ പ്രമാണം ഏത്, താല്പര്യം എങ്ങനെയാണ്? ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത് തന്നെ തായമ്പകയിലാണ്. അപ്പോൾ തായമ്പകയാണ് ഞങ്ങൾക്ക് കൂടുതൽ. മേളം ഞങ്ങൾ ആസ്വദിക്കും, കൊട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഞാൻ എഴുത്തി കുറേശ്ശെ ഞങ്ങൾ തായമ്പകയാണ് അധികം കൊട്ടിയിട്ടുള്ളത്. കേളി പഠിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തായമ്പക പഠിച്ചു തുടങ്ങി. അതായത് കുറേ ബ്രേക്കിന് ശേഷം ആകുമ്പോൾ നല്ലൊരു അഭ്യാസം വീണ്ടും ആവശ്യമുണ്ട്. കഥകളിയുടെ പുറപ്പാടിൽ ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ആദ്യമായിട്ട് അരങ്ങേറ്റം നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വീണ്ടും ചെണ്ടയുടെ വിവിധ മേഖലകളിലേക്ക് അഭ്യാസം കൊണ്ടുപോകണം, അവതരിപ്പിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. നിങ്ങളെ കണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഞങ്ങളെ കണ്ട് ഒരുപാട് പേര് വന്നിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഞങ്ങളെ അറിയുന്നുണ്ടാവില്ല. കാരണം ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്തൊരു കാലത്ത് യൂട്യൂബ് ഉണ്ട്, പക്ഷേ വളരെ വിരളമായ കാലത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൈരളിയിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ എപ്പിസോഡ്. അപ്പോൾ അന്നത്തെ ഒരു ആൾക്കാരായിരുന്നു ഞങ്ങൾ എന്നുള്ളത് ഇപ്പോഴുള്ള പലർക്കും അറിയില്ല. പക്ഷെ അന്ന് ഞങ്ങൾ കൊട്ടിയത് ഇൻഫ്ലുവൻസ് ആയിട്ട് പലരും ആ ഒരു മേഖലയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം പലരും കൊട്ടിയിരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ പൂവണിയട്ടെ, കൂടുതൽ മേളങ്ങൾ കൊട്ടാൻ പറ്റട്ടെ, വേദികൾ കിട്ടട്ടെ. ഒരിക്കൽ കൂടി കൈരളി വഴിത്തിരിവാകും കേട്ടോ. നമ്മുടെ ഈ ലൈവ് കണ്ട് ഒരുപാട് ആളുകൾ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ഈ പ്രോഗ്രാം അതെ ചെറുതായിട്ടൊന്ന് കൊട്ടിയാലോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് ഒരു ചെറിയ, എനിക്ക് പ്രത്യേകിച്ച് ഞാനിപ്പോ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചെറിയ നമ്മുടെ സുഹൃത്തുക്കൾ ക്ഷമിച്ചോളും. അപ്പൊ ഒന്ന് ശരി. അവിടെ മത്സരമുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.